ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ പുരികം ത്രെഡ് ചെയ്യാറുള്ള രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ സാധാരണ തുണിയൊക്കെ തയ്ക്കുന്ന നൂലില്ലേ, അങ്ങനത്തെ ആ നൂല് ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുക്കാവേ. ഇനി ഇതിൻ്റെ രണ്ടറ്റവും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടിയെടുക്കാവേ. അഴിഞ്ഞു പോകാത്ത വിധത്തിൽ ഒരു 3-4 കെട്ട് കെട്ടിക്കോ കേട്ടോ. നിങ്ങൾ കാണുന്ന ചിലർക്കൊക്കെ ഇത് അറിയായിരിക്കും ചിലപ്പം. അങ്ങനെയുള്ളവർ എന്നെ ചീത്ത പറയരുത് കേട്ടോ. ഇതറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചാണ്. ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എൻ്റെ പുരികം ത്രെഡ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചിറ്റയായിരുന്നു എൻ്റെ പുരികം ത്രെഡ് ചെയ്ത് തന്നത്. ഇങ്ങനെ നമ്മൾ കൂട്ടിക്കെട്ടിയ നൂല് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇങ്ങനെ ഒരു കത്രിക പോലാണ് ഇതിൻ്റെ വർക്കിങ് കേട്ടോ. ചിത്ത പക്ഷേ അന്ന് എനിക്ക് എടുത്തു തന്നത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വായിൽ നൂല് കടിച്ചു പിടിച്ചുകൊണ്ടായിരുന്നു. ഞാൻ അന്ന് മുതൽ ഈ രീതിയിലായിരുന്നു ത്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ കയ്യിലോ കാലയിലോ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് രോമം എടുത്ത് നോക്കണം ഇങ്ങനെ നൂല് വെച്ച്. അതിൻ്റെ ഒരു ആ വശം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഈസി ആയത്. അപ്പോൾ പിന്നെ ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പുരികം ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദേ കണ്ടോ, ഈ രീതിയിലാണ് ത്രെഡ് ചെയ്യുന്നത്. ഓരോ രോമവും ഇങ്ങനെ നമുക്ക് പറിച്ചെടുത്ത് കളയാൻ പറ്റും, നമ്മൾ പ്ലക്കറൊക്കെ വെച്ചെടുക്കുന്ന പോലെ തന്നെ. പിന്നെ ഒന്നിച്ച് വേണേൽ കുറച്ചേറെ രോമം എടുത്ത് കളയാം. ഈ ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് എനിക്ക് കാണത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് എടുക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ നൂലിൻ്റെ കട്ടി അങ്ങ് പോകും. അപ്പോൾ പിന്നെ അതങ്ങ് കളഞ്ഞിട്ട് വേറെ പുതിയ നൂലെടുത്ത് ഇതുപോലെ തന്നെ കെട്ടി മറ്റേ രീതിയിൽ തന്നെ എടുത്ത് ചെയ്യാവുന്നതാണ്. ഇതേ നമ്മൾ രണ്ടാമതെടുത്ത നൂല് അതുപോലെ തന്നെ ചുറ്റി ഇങ്ങനെ എടുക്കാം. അപ്പോൾ അത് ഈ രീതി ചുറ്റി എടുത്തിട്ട് ഈ ഒരു മൂവ്മെൻ്റാണ് ചെയ്യേണ്ടത്. ഇതുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ പുരികം എടുക്കുന്നത്. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലേയും കൂടെ പുരികം എടുക്കാവേ. ഇനി നമ്മുടെ നെറ്റിയിലൊക്കെ രോമം ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് എടുത്ത് കളയാൻ പറ്റുമേ. അപ്പം നമ്മുടെ രോമം വളർന്ന് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ മൂവ്മെൻറ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ, കൈവച്ചുള്ള. ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഉള്ളതാണെങ്കിൽ ഈ സൈഡിലുള്ള കൈവച്ചാണ് നമ്മളങ്ങനെ മൂവ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ പുരികം എല്ലാം ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ ഈ പുരികത്തിൻ്റെ ഈ ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മേൽവശത്ത് കത്രിക വെച്ചിങ്ങനെ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.